എല്ലാവർക്കും വ്ലോഗിലേക്ക് ഗൈസ്. അപ്പൊ ഞാൻ ഒന്ന് പിടിക്ക് പൊട്ടനെ. നമ്മള് പുതിയ മെഷീൻ വാങ്ങാൻ വേണ്ടി പോവാണ്. ദേ ഈ മമ്മയ്ക്ക് വേണ്ടിട്ട് പുതിയ മെഷീൻ വാങ്ങാം. മമ്മയ്ക്ക് ഭയങ്കര ക്രിഞ്ചാണ് ഗൈസ്. ക്രിഞ്ച് മാത്രല്ല, മെഷീൻ വാങ്ങിക്കഴിഞ്ഞാല് തയ്ക്കാനും പറ്റില്ല. വാങ്ങിയില്ലല്ലോ അയ്യോ മെഷീൻ ഇല്ല. പിന്നെ എന്നും തയ്ക്കോ? എന്നും തയ്ക്കുമ്പോൾ വാങ്ങി തരുള്ളൂ. നിങ്ങളെല്ലാരും കണ്ടോ? എന്നും അമ്മ ഒരു 5 മിനിറ്റ് മെഷീനിൽ ചാക്കടക്കുന്ന തുണിയിരിപ്പുണ്ട്. അമ്മക്ക് പിടിച്ചോണ്ട് തുണികൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എന്നിട്ടും നമുക്ക് തയ്ക്കാൻ കഴിയില്ല. അത് മെഷീനിലെന്നാണ് ഒരേ പറഞ്ഞത്. പഴയ മെഷീനാണ്, 10 വർഷം പഴക്കമുള്ള മെഷീനാണ് ഗൈസ്. നമ്മുടെ 10 വർഷം പഴക്കമുള്ള മെഷീൻ എന്ത് തയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. എത്ര നമ്മളിങ്ങനെ ചവിട്ടി ഞാൻ എന്നും മെഷീൻ ചവിട്ടി എനിക്ക് തയ്ക്കാനൊക്കെ അറിയാം കേട്ടോ. കഥ പറഞ്ഞേക്കാൻ സമയമില്ല. കഥ നമുക്ക് ഓൺ ദ വേ പറയാം. കഥ പറഞ്ഞോളൂ അല്ലേ? ബാഹുബലിയാണ് ഞാൻ. മഹേന്ദ്ര ബാഹുബലി മഹേന്ദ്ര നീ പിടിക്കടാ. ബാഹുബലി പിടിച്ചു. ഒരു മിനിറ്റ്. മെഷീൻ പണി മുടക്കിയിരിക്കാൻ എത്ര നാളായിട്ട്? ഒരു 3-4 മാസമായി ഗൈസേ. അതിന് മുമ്പേ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതാ. നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്കും. അതെ, എന്നെയാണ് മോസ്റ്റ് കറക്കാൻ വിളിക്കുന്നത്. എന്റെ കാല് ഒടിഞ്ഞില്ല. ഭയങ്കരയും കുഞ്ഞാറ്റയും കറക്കും. അതെ, വാവാറ്റ പിന്നെ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തയ്ക്കുന്ന കാര്യം ഇഷ്ടമല്ല. തയ്ച്ചു കൊടുത്താൽ വലിയ ഗെയിം. അപ്പൊ നമ്മള് പുതിയ മെഷീൻ വാങ്ങാൻ പോവാണ്. ഈ മെഷീൻ ജെനിത്തിന്റെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന മെഷീൻ ഉഷേന്റെ ആയിരുന്നേ. നമ്മള് മേമിക്ക് കൊടുത്തു. നിങ്ങൾ എവിടെ പോയി പിടിക്കടാ? എവിടെ പിടിക്കണ്ടേ? നമുക്ക് ഇതിന് മുമ്പ് ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ഗായ്സ്, അപ്പൊ നമ്മുടെ മെഷീനും സ്റ്റാൻഡും അടക്കമാണ് അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ ഓണത്തിൻ്റെതായ ആ മെഷീൻ സ്റ്റാൻഡും കൂടി വരുന്നതല്ലേ. പണ്ടൊക്കെ പക്ഷെ മെഷീൻ മാത്രം എടുക്കണ്ടായിരുന്നു, സ്റ്റാൻഡ് എടുക്കില്ലായിരുന്നു. മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് തരുന്ന പോലെ തന്നെ ഒരു തിരിച്ചു വാങ്ങണ്ടല്ലേ. അപ്പൊ എന്തായാലും തിരിച്ചു അതുപോലെ തന്നെ വാങ്ങുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല, മെഷീൻ മാത്രമായിരുന്നു എടുക്കണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ മോസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മെഷീൻ വാങ്ങാൻ വേണ്ടി പോവാണ് ഗായ്സ് അല്ലേ. അപ്പൊ ഓണം വരാൻ പോലെ അപ്പൊ അതിൻ്റെതായ ഓഫറും കാര്യങ്ങളും ഉണ്ടാവുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കൽപ്പറ്റയിലേക്കാണ് വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ബ്രാഞ്ച് നമ്മുടെ സുൽത്താൻ ബത്തേരി ഉണ്ട്, അങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു. പൊട്ടറാ, നമ്മൾ വേറെ കടയിൽ നിന്നായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം മെഷീൻ അവരവിടെ വെച്ചിട്ടുണ്ട്. കയറാം ബാ. പെട്ടി വെക്കണോ വിഷ്ണു ചേട്ടാ? അറിയല്ലോ, ഞാൻ കരുതട്ടെ. നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ മെഷീൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. തല കൊണ്ട് വീഴുവോ? ഇല്ല. ഗായ്സ്, അപ്പം നമ്മൾ ഓൺ ദ വേ മെഷീൻ ഷോപ്പിലേക്ക് നമ്മൾ പറഞ്ഞോ പഴയത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാം അല്ലേ. ആദ്യം നമുക്ക് നോക്കാം എന്താണ് റേറ്റ് ഒന്നും നമുക്കല്ല. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് 5.5K 5K തൊട്ടാണ് മെഷീൻ്റെ റേറ്റ് സ്റ്റാർട്ടിംഗ് എന്നാണ് പറഞ്ഞത്. ഒരു പിന്നെ കമ്പനിക്കൊക്കെ അനുസരിച്ച്. പിന്നെ നമ്മൾ മുമ്പ് നമ്മൾ വേറെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത് 8K തൊട്ടാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത്. മെറീന എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഗൂഗിളിൽ പോയി തപ്പി പിടിച്ചാണ് അവരെ വിളിച്ചത് കേട്ടോ.
ഗുവാഹത്തിയാണ് ഗൈസ്, കൊച്ചിയിൽ നിന്ന്, കൊയിലാണ്ടിയല്ല, കൊച്ചിയിൽ നിന്ന്. ആ മാസ്ക് എങ്ങനെ തയ്ച്ചത് ഞാൻ ഇടയ്ക്ക് തയ്ച്ചു കൊടുത്തിട്ട് വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് വെറുതെ തയ്ക്കുന്നതിൽ അഭിനയിച്ച് കൊടുക്കാൻ ആർക്കും പറ്റുമോ? നിങ്ങളത് കേൾക്കണം, അവന്റെ പൊട്ടനാന്നുള്ള കാര്യം അറിയാലോ. അല്ലാതെ അറിയില്ലാത്തോണ്ടല്ലോ കേട്ടോ, പഠിച്ചാലല്ലേ അറിയുള്ളൂ. പിന്നെ എന്താണ് പറയുന്നത് പൊട്ടനാ? പഠിക്കേണ്ടതാണ് ബുദ്ധിക്ക്. പക്ഷേ അവരെ പഠിപ്പിക്കണം, കാരണം നമ്മുടെ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കണം, പഠിക്കണം. അതന്നെ, എന്തൊരു പഠിച്ചിരുന്നതാണ്. നമ്മൾ ഓൺ ദ വേ നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ മെഷീൻ ഷോപ്പിലേക്ക് കണ്ടുപിടിക്കണം എവിടെയാ കടാന്ന് അല്ലേ? അപ്പോൾ ഗാന്ധി ജംഗ്ഷന്റെ അടുത്ത് HDFC ബാങ്കിന്റെ അടുത്താന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? നമ്മൾ ഇതുവരെ മെഷീൻ കട കണ്ടിട്ടില്ല, അതാ രസം. ആദ്യം കാണാൻ പോവാണ്. അതെ, ഓണത്തിനെ പെണ്ണ് കാണാൻ പോകുന്ന പോലെ മെഷീൻ കട കാണാൻ പോവാണ്. അതാണ് നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ഋഷ്യശൃംഗി കൂടെയുള്ളതാണെന്ന് തോന്നുന്നു. മഴയാണ്, മഴ തന്നെ, രക്ഷയില്ലാത്ത മഴയാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണ്, ഇങ്ങോട്ടൊക്കെ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയണ്ട, പൂരാണ്. ഇത് ക്യാമറയിലടക്കം വെള്ളമായി. നമ്മൾ നമ്മുടെ ഷോപ്പ് ഏകദേശം എത്താനായിട്ടുണ്ട് അല്ലേ മമ്മേ? അമ്മ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. നമുക്കറിയാം അതെ അതെ അതെ, ത്രില്ലായിട്ട്, അത് സത്യം. ഇപ്പൊ ഇന്ന് എന്തൊക്കെ ഷോ കണ്ടാലാണോ എന്റെ ദൈവമേ, തന്നെയല്ലോ. അപ്പൊ നമുക്ക് ഓൺലൈൻ ഷോപ്പിലേക്ക് പോവാം കേട്ടോ. നമ്മള് മിക്കവാറും നനയും, അതിന്റെ കാര്യത്തിൽ സംശയമില്ല. ചെറുതായിട്ടല്ലേ? അറ്റ്ലാസ്റ്റ് നമ്മൾ ഇത് മെഷീൻ കട കണ്ടുപിടിച്ചു. എൻ്റെ ദൈവം, ഇത് കണ്ടുപിടിക്കാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്ന് അറിയോ എൻ്റെ കാഴ്ച. ഇത് ഉഷ മെറീന മെഷീൻ ഹൗസ്. ഇത്ര അടുത്തായിട്ട് നമ്മൾ പൊട്ടന്മാരൊന്നും കണ്ടില്ലല്ലോ. 24 മണിക്കൂർ ബത്തേരി വരുന്നത് ഞങ്ങൾക്ക് ഈ ഷോപ്പ് അറിയില്ല ഗൈസ്, എന്തായാലും അവസ്ഥ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, നമ്മുടെ പഴയ മെഷീൻ നമ്മളിനി പുരാവസ്ഥ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. മല്ലിച്ചപ്പല്ലേ ഇത്? മോസ്റ്റ് പച്ചക്കറികളാണ്, മല്ലിച്ചപ്പിൻ്റെ മണം ഭയങ്കരമായിട്ട് വരുന്നത്. ബാ, നമ്മുടെ മറ്റേ ഈ ബാറിന്റെ തൊട്ട് ഓപ്പോസിറ്റ് അല്ലേ? ഐസെക്സ് ബാറിന്റെ അല്ലേ? അതിന്റെ തൊട്ട് ബാറിന്റെ തൊട്ട് ഓപ്പോസിറ്റ്. കണ്ടോ ആ മുഖത്തുള്ള പ്രഭാവെളിച്ചം കണ്ടോ? പുതിയ മെഷീൻ വാങ്ങുമെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? നോക്കിയിട്ട് വീട് വീട് ഇവിടെ പഴയ മെഷീൻ എടുക്കാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഓണത്തിന് മുമ്പ് പുതിയൊരു അതിഥി വരാൻ പോവാണ് അല്ലേ? തയ്യൽ അതിഥിയാണ് വരാൻ പോകുന്നത്. അപ്പോൾ മെഷീൻ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സുകൾ തയ്ക്കായി. അപ്പൊ ഇനി മെഷീന്റെ തല ഇവിടെ വാല് കൊണ്ടുപോയി. നമ്മുടെ മെഷീന്റെ മേല് കൊണ്ടുപോയി. മെയിൻ സാധനം, തയ്ക്കുന്ന സാധനം ഇവിടെയാണ്. അത് എടുത്തോണ്ട് പോകുന്നുണ്ട്. കണ്ടോ ഒരുപാട് മെഷീനുകൾ ഉണ്ടോ? വാ നമുക്ക് നോക്കാം. കണ്ടോ ഇത്തിരി മെഷീനും കത്രികയും. കത്രിക ഫ്രീ ആണോ? അറിയത്തില്ല, കത്രിക ഫ്രീ ആണോ എന്ന് നമുക്കറിയത്തില്ല. ഇതാണ് നമ്മുടെ മെഷീൻ. നമ്മളാ കേടാൻ അറിഞ്ഞ പിന്നെ തൊട്ട് നോക്കിയില്ല. ഞാൻ എന്തോരം ട്രൈ ചെയ്തിട്ട് തയ്ക്കാൻ. തയ്യോ ഇതൊന്നും ആവാത്തത്. ഇതുകൊണ്ടോ ചക്രം കറങ്ങാൻ കഴിയുന്നില്ല. കണ്ടില്ലേ? ഇതൊക്കെ ഇങ്ങനെ കറക്കുമ്പോഴേക്കും ഡ്രിന്ന് പറഞ്ഞാൽ കറങ്ങണ്ട. തൊട്ടിട്ട് പോലും കറങ്ങുന്നില്ല. ഇനി അവരിനെ പുനർജനിപ്പിക്കുമോ നമുക്കറിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പുനർജനിപ്പിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇനി കുറച്ചാളെയുമ്പോഴേക്കും ഇവൻ പുതിയ പുത്തനായിട്ട് അതേപോലെ അവിടെ ഇരിക്കും. ശരി, എക്സ്ചേഞ്ചിനൊക്കെ വെക്കുവാണ് പറ്റുവാണെങ്കിൽ അടിപൊളിയാവാം. മെയിൻ ആയിട്ട് ഉഷ
മറീന മെഷീൻ ഹൗസ് തന്നെ. എനിക്ക് തോന്നുന്നു മെഷീനിൽ ഫസ്റ്റ് ഇറങ്ങിയത് ഉഷേൻ്റെ മെഷീനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉഷ എന്ന് പറഞ്ഞ മെഷീനിൽ ഫസ്റ്റ് പിന്നെയാണ് നമ്മുടെ മെറിറ്റ്, സെനിത്ത് ഒക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്. എനിക്കൊന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഉഷയും മെറിറ്റും സെനിത്തൊക്കെയാന്ന് തോന്നുന്നു അല്ലേ, ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട് ഉഷേൻ്റെ ആണ് സിസ്റ്റേഴ്സ് എല്ലാം. അപ്പം എന്ത് ചെയ്യാൻ പോവാണ്? ചേട്ടനൊക്കെ മെഷീൻ്റെ കത്രിക വാങ്ങി ഓടുവാണ് ഗൈസ്. മുറിക്കാനുണ്ട്. അതെ നമ്മുടെ കത്രികയും മൂർച്ചയില്ല എന്നെല്ലാം ഉണ്ട്, എന്നാലും വലിയ മൂർച്ചയില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? കത്രികനെ ഷോപ്പിൻ്റെ ഉള്ളിൽ കത്രിക നോക്കട്ടെ, കടയിൻ്റെ ഉള്ളിൽ കയറണം. അപ്പം എന്താണ് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ മെഷീൻ ഷോപ്പിൽ കയറാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ മെഷീൻ വിദഗ്ധയായ മമ്മ ഉള്ളിൽ കയറുന്നത് ഇത് എന്നിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. മമ്മക്ക് നല്ല രസമാണ് ഗായ്സ്. കടയിലൊക്കെ പിള്ളേരാവോ, കുഞ്ഞിക്കൊച്ചാവോ, വണ്ടി കണ്ടാൽ പിന്നെ ഉറക്കമാണ്. മെഷീൻ എല്ലാവരും ഒളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫോക്കസ് കാണിച്ചു പറ്റും, എല്ലാവരെയും കാണിച്ചു. നോക്ക്. അപ്പം നമ്മൾ മെഷീൻ്റെ ബ്രാൻഡും അതുപോലെ തന്നെ ടേബിളിൻ്റെ കട്ടി അനുസരിച്ചിട്ടാണ് റേറ്റ് മാറുക അല്ലേ പറ്റി? കാരണം നമ്മുടെ ടേബിൾ കണ്ടില്ലേ, ടേബിളും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു വേഗം തന്നെ. ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മെഷീൻ കുറേ വർഷങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ടേബിളിനും പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു, മെഷീൻ്റെ തലയ്ക്കും. അയ്യോ ഇത് നന്നായി കറങ്ങുന്നുണ്ട്, ഇതൊക്കെ നന്നായി കറങ്ങുന്നുണ്ട്. മറ്റേതാണെങ്കിലും മരം പോലെ അനങ്ങുന്ന പോലും ഇല്ല. വിദഗ്ധയായ മമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. ടേബിൾ ശരിയാട്ടോ, സൂപ്പർ. കണ്ടോ എത്രയെന്ന് പറഞ്ഞത്? ബ്രാൻഡ് ഇത് ഉഷയാണ് ബ്രാൻഡ്. പക്ഷെ ഇത് രസമുണ്ടോ? പക്ഷെ ജീൻസ് ഒക്കെ തയ്ക്കാൻ പറ്റില്ലേ? ജീൻസ് അട്ടിക്കിരിക്കുന്നുണ്ട് വാങ്ങുന്ന കാരണം ജീൻസ് മാത്രമേ ഉള്ളൂ ഇനി തയ്ക്കാൻ. എനിക്കെന്തോ ഇത് കണ്ടപ്പോ എനിക്ക് അവിടേക്ക് ഒരു ചായ, പക്ഷെ ഇത് കാണുമ്പോ ഇവിടേക്കും ചായ. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞ മെറിറ്റ് അവിടെയാണ് ഇരിക്കുന്നത്. ഏതാ അതിനെത്ര? എല്ലാ ക്ലോത്തും തയ്ക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നമ്മളൊരു റൗണ്ട് ചുറ്റിട്ടാണ് ഗൈസ് ഇങ്ങോട്ട് വരുന്നത്. ഓ ഞാൻ പറയാൻ ഒത്തിരി ഇതല്ലേ, ജുക്കി, സോണി, ടോക്കോ, ഹേമ. ഇതിന്റെ കളർ നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. മിഷൻ വേൾഡിലാണ്. Different types of machines are available here. Yeah guys, if you want anything you can come here and purchase. ഇത് ഇലക്ട്രിക് മെഷീനാ? നമുക്കിത് വേണ്ട ഗൈസ്, പവർ മെഷീൻ ആന്ന് പറഞ്ഞേ. ഓ നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടുള്ളത് നമ്മൾ കാണിച്ചു തരാം. എന്ത് രസല്ലേ. അതെ. ഇവിടെ ഈ മെഷീൻ നമ്മൾ നോക്കിയില്ലേ ഉഷ? എത്രയാണ് പറഞ്ഞതിന്? 7,500. അപ്പൊ ഇതെല്ലാം ക്ലോത്തും തയ്ക്കാൻ പറ്റും. നമ്മുടെ ഉഷയാണ്. കണ്ടപാടെ ലവ് ഫസ്റ്റ് സൈറ്റ് ആണ്. അതെ കണ്ടിട്ടേ മമ്മ ഇതിനെ പൊക്കാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത്. ഫോക്കസ് പാവം നമ്മുടെ മറ്റേ മെഷീൻ വിഷമിക്കുന്നുണ്ടാവും. എന്നെ നിങ്ങക്ക് വേണ്ട ചോദിച്ചില്ല. കണ്ടോ പുതിയതിനെക്കിട്ട് പഴയത്. അത് കൊച്ച്, അതിന്റെ കൊച്ച് ഇത്. കണ്ടോ 2 year വാറന്റി ഒക്കെ ഉണ്ട്. വാവ്, അപ്പൊ തന്നെ തിളക്കമേറിയതാണ്. മമ്മ ഇന്ന് തയ്ച്ച് കഴിച്ച് ഒരു വകയാവും ഗൈസ് അല്ലേ? അതെ, മമ്മക്ക് ഇവിടെ എക്സൈറ്റഡ് ആയിട്ട് എന്താ പറയുന്നത്. ഗൈസ് അപ്പൊ നമ്മള്
നമ്മുടെ ഈ മെഷീൻ ഫിക്സ് ചെയ്തു. കാരണം അമ്മയ്ക്ക് ഇതുകൊണ്ട് ആർത്തിയാവുകയാണ്. അപ്പൊ എനിക്കും ആർത്തിയാവുകയാണ്. കാരണം എന്റെ ഇത് കണ്ടപ്പോൾ എനിക്കറിയില്ല നമ്മുടെ മെഷീൻ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഞാനാണോ ഫസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ മെഷീൻ ഞാനാണ് കുറച്ചു നേരം തയ്യൽക്കാരിയാവും. ഞാൻ തയ്ക്കാൻ വേണ്ടി പോണ. നമുക്ക് നോക്കാം. Yeah guys, machine is working very better. Wow, നല്ല സ്മൂത്ത് ആയിട്ട് തയ്ക്കാൻ പറ്റുന്നല്ലേ. അപ്പൊ ഇനിയിപ്പോ കത്രിക എടുത്തില്ലാന്ന് വേണ്ട. അതിന്റെ കത്രിക ഉള്ളത് അല്ലല്ലോ. അല്ല, ഇതേപോലെ തന്നെ കത്രിക ആയിരിക്കൂലേ? അതിന്റെ ഇതല്ലേ അതേ കത്രിക. ഇതിന്റെ ഇവിടെ എന്ന് പറഞ്ഞത് ഇത് നമുക്ക് ഓപ്പൺ ടൈപ്പ് ആണ്. മെഷീൻ അയച്ചിട്ട് കാണിച്ചതാ. നമുക്കത് മനസ്സിലാവും. എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. നൂല് പിടിക്കില്ലേ? നൂല് പിടിക്കാൻ നമുക്ക് ആ സാധാ സ്ക്രൂ അഴിക്കണ്ടേ? മറ്റേ പാടല്ല, മെഷീൻ അഴിച്ചു വെക്കണം. ഇത് മാത്രം ചെയ്താൽ മതി. നൂല് പിടിക്കഴിഞ്ഞാല് ചെറിയ നൂല് പിടിക്കഴിഞ്ഞാൽ സ്റ്റക്കായി പോവും. സ്റ്റക്കായി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഓയിലൊക്കെ ഇട്ട് തുടച്ച് ഫ്രീ ആക്കുക, ക്ലീൻ ചെയ്യാം. ഇതേപോലെ തന്നെ ഇടണേ, മാറിപ്പോരുത്. സൂചി ഇങ്ങനെ താത്തി വെക്കരുത്. മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. അല്ല നമുക്ക് ഇത് ഇടാൻ പറ്റില്ല. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇതും ചെയ്യാം. ഇത് രണ്ട് സൈഡും ലോക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണോ? ഇതൊന്ന് കറക്റ്റ് നോക്കണം. ചിലപ്പോ സ്റ്റക്കായിരിക്കും. ഈ തട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇട്ട് റെഡി ആയിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ അയച്ചിട്ട് കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇത് നേരിട്ട് റെഡിയാണ്. അത് നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം പറയാം. ചെറിയ ടൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. കാരണം മൊത്തമായിട്ടേ പുതിയതുകൊണ്ട് ചെറിയ ടൈറ്റ് ഉണ്ടാവും. ഇതേപോലെ തന്നെ ബോബിങ് കേസ് പിന്നെ അറിയാലോ, സിംഗിൾ വെച്ച് തയ്ക്കുന്നല്ലേ, കുഴപ്പമില്ല. ഇതേപോലെ തന്നെ ഇടുക. വേറൊന്നുമില്ല. പിന്നെ ഓയിലിടുന്നൊക്കെ അറിയാലോ. ബാക്കിയൊന്നും അതിന്റെ എന്താ പറയാ, നമ്മൾ ഈ എന്താ പറയാ നൂലിടുന്ന സംഭവത്തിന്റെ അവിടെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ മാറിയിട്ടുണ്ട് ഗൈസ്. മറ്റേതാണ് നമ്മൾ അടിക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക, വലിച്ചെടുക്കുക, അങ്ങനെയാണ്. ഇതിപ്പോ നമ്മൾ തയ്ച്ചെടുത്തിട്ട് പിന്നെ ഇടണം അല്ലേ? ഇത് മാറ്റണ്ടേ? മാറ്റണം അല്ലല്ലോ? ഇങ്ങനെ എല്ലാ സാധനങ്ങളും എണ്ണേന്റെ ടേപ്പ് നിലകളൊക്കെ സൂചിയൊക്കെ ഉണ്ടാവും, നീളൊക്കെ ഉണ്ടാവും, വാറണ്ടി കാർഡ് ഉണ്ടാവും. സിസേഴ്സ് ഫ്രീയാ? അല്ല, ഫ്രീ ആണോ? ഓ വാവ്, നമ്മുടെ സിസർ ഫ്രീ ആണ്. ഒന്ന് തുറന്നേ അത് നോക്കട്ടെ. എന്റെ ദൈവമേ, മോസ്റ്റ് ആണ്. വാവ്, തിരിച്ചെടുക്ക് നോക്കട്ടെ. ഹായ്, നല്ല സ്വർണവും വെള്ളിയും കൂടി മിക്സ്ഡ് ആണ് അല്ലേ? വെങ്കലം മാത്രമല്ല, അതോ അത് ഇച്ചിരി കൂടിയോ? ടേബിൾ തന്നെ മതിയോ? ഈ ടേബിൾ തന്നെ മതിയോ? ടേബിൾ കളർ എന്തെങ്കിലും എക്സ്ചേഞ്ച് ആണോ? ഇത് വേണോ, ഇത് വേണോ, അങ്ങനെ എന്തെങ്കിലും? ടേബിൾ എക്സ്ചേഞ്ച് ഉണ്ട് ഗൈസ്. ഓ വാവ്, ടേബിൾ കളർ ഡിസൈൻ. ഇതിനൊക്കെ ഒരേ റേറ്റ് ആണോ? ടേബിളിന് ഒരേ റേറ്റ് ആണ് അമ്മേ. ഓ വാവ് വാവ് ഗൈസ്, ഇപ്പം ടേബിളെല്ലാം നല്ല ഭംഗിയുണ്ട്. അമ്മേ കളറ് വന്നിട്ട് ഇതാ രസം. എടുക്കുന്നുണ്ടോ? അല്ലെ അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എടുക്കാം. എപ്പോഴും ഇതല്ലായിരുന്നു? അത് തന്നെ. ഇത് മാറ്റാനോ? ആ, ഇത് വേണോ? ഗൈസ് മൊത്തം കൺഫ്യൂഷനാണ്. വാവ്, എന്റെ ഗായ്സേ, മമ്മ പറയുന്നു മമ്മയ്ക്ക് ആ ടേബിൾ തന്നെ മതി എന്നാണ് പറയുന്നത്. മമ്മയ്ക്ക് അത് മതി, ഇനി കൂടുതലൊന്നും വേണ്ട. ഇതൊന്ന് വീട്ടിൽ കൊണ്ട് വെച്ചാൽ അത്രയും സമാധാനം. തയ്ച്ചാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഗായ്സ്. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുക്കണം. അപ്പൊ ഞാൻ ഈ മെഷീൻ ആദ്യമായിട്ട് ഉദ്ഘാടിച്ചത് ഞാനാണ്. ആര്? ഞാൻ. എങ്കിലും പ്രശ്നമുണ്ട്. പാരന്റിനെ വിളിക്കാം, അവിടെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ എന്തായാലും മോസ്റ്റായിട്ട് എനിക്ക് മെഷീൻ ഇഷ്ടമായി. നമ്മുടെ മെഷീൻ എല്ലാവരും ഒന്ന് കണ്ടേ. വാ, നമ്മുടെ ഉഷയാണ് ഗൈസ്. നമ്മുടെ അപ്പാവോടെ അപ്പാവോടാണ് നമ്മുടെ മെഷീൻ. വാവ് ഗൈസ്, 2 year വാറന്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ 2 വർഷത്തിനുള്ളിൽ മെഷീൻ എന്ത് പറ്റിയാലും നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതി, ഇവര് ശരിയാക്കി തരും. പക്ഷെ നമ്മൾ സൂക്ഷിക്കും, അതാണ് വേറൊരു കാര്യം. വേണ്ടൊന്നും പറ്റില്ല. അതിന്റെ തല പോലും
അനങ്ങുന്നില്ലെന്നേ, നമ്മുടെ മെഷീന്റെ തല പോലും അനങ്ങുന്നില്ല. പെടല് കുഴപ്പമില്ല, പെഡൽസ് കുഴപ്പമില്ല, പക്ഷേ ഇവിടെയാണ് പ്രോബ്ലം വരുന്നത്. ആണോ? അപ്പൊ മണ്ണെണ്ണ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. മെഷീനെണ്ണ ഇന്ന് വാങ്ങണോ? എക്സ്ട്രാ നമ്മള് വാങ്ങണം. നമ്മള് പിന്നെ ബത്തേരിയിലേക്ക് വരുമ്പോ ഇവിടുന്ന് വാങ്ങിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള മെഷീൻ എണ്ണ ഇട്ടാലാണ് നമ്മൾ വഴുക്കലുണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ എണ്ണ ഇട്ടാലാണ് വഴുകലുണ്ടാവുള്ളൂ അല്ലേ ബാബാറ്റി? അതെ. അപ്പൊ നമ്മളിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ മെഷീൻ ഫിക്സ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അല്ലേ മമ്മേ? ബില്ല് ചെയ്യല്ലേ? വാവ് ഗൈസ്, അപ്പൊ നമ്മുടെ പഴയ മച്ചം കണ്ടോ ഇവിടുന്ന് വിഷമിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ എന്താക്കാൻ പോവാണ്, മെഷീൻ ഇവിടെ നമുക്ക് ബില്ലൊക്കെ ചെയ്ത് സെറ്റ് ആക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഈ മെഷീൻ എണ്ണ ഇടുന്ന ബോട്ടിൽസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മെഷീൻ എണ്ണയാന്ന് തോന്നുന്നു. അമ്മ ഇത് മെഷീൻ എണ്ണയാണോ അമ്മ? അല്ലേ? ആണോ? ഇത് മേടിച്ചാൽ മതിയല്ലോ അല്ലേ? അത് നമ്മളിവിടെ വരുമ്പോ വാങ്ങാം. അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ മെഷീൻ ഇതേ എടുത്തോണ്ട് പോകുന്നുണ്ട് ഗൈസ്. വാവ്, മെഷീനൊക്കെ കിടത്താൻ പോവാണ്. മെഷീന്റെ സ്റ്റാൻഡ് എടുത്തിട്ടില്ല കേട്ടോ. സ്റ്റാൻഡ് എവിടെയാണുള്ളത്? സ്റ്റാൻഡ് എവിടെയാണുള്ളത്? അത് കണ്ടോ ഗൈസ്, നമ്മുടെ മെഷീന്റെ സ്റ്റാൻഡ് കൊണ്ടാണ് ഗൈസ് ഈ പോകുന്നത്. കണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. അപ്പം നമ്മൾ നമ്മുടെ പഴയ മെഷീൻ കൊണ്ടുവന്ന പോലെ തന്നെ നമ്മുടെ ഈ സ്റ്റാൻഡും നമ്മൾ വെച്ച് കെട്ടാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, മോസ്റ്റാണ്. അപ്പോൾ അവരവിടെ ബില്ല് ചെയ്യുന്നതിൻ്റെ ഒരു ബിസിയിലാണ് കേട്ടോ. അപ്പം അവർ ബില്ല് ചെയ്യട്ടെ. അപ്പോൾ ഇനി അടുത്തൊരു മോസ്റ്റ് മഴ വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് മഴ ഉണ്ടായിരുന്നു അല്ലേ, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും മഴ പോയിട്ട് വെയിലായിട്ടുണ്ടായിരുന്നു. മഴേൻ്റെ അതൊന്നും പറയണ്ട, എല്ലാ അവസ്ഥയാണ് ഗൈസ് അല്ലേ? സീരിയസ് മാൻ ആരാണ്? നമ്മുടെ അറിഞ്ഞോണ്ട് ചെയ്താണ് നമ്മുടെ മെഷീന്റെ തല വാങ്ങുന്നുണ്ട്. മെഷീന്റെ തലയാണ് ആയിരിക്കുന്നത്. മുടി നമ്മുടെ അല്ലേ ഇപ്പൊ എനിക്കുണ്ടല്ലോ, എന്റെ കണ്ണു പോലും കാണുന്നില്ല. അതുപോലെ മെഷീന് ഒരു തലയുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന മെഷീൻ നമ്മൾ മോസ്റ്റ് ആയിട്ട് കെയർ ചെയ്യാൻ പോവാണ്. മര്യാദക്ക് സൂക്ഷിച്ചോളാം ഞാൻ പറഞ്ഞേക്കാം. ജവാനക്ക് വേറെ എന്തൊക്കെയോ ടെൻഷനാണ്, അല്ലെങ്കിൽ അടി കിട്ടും. മെഷീന്റെ തല നമ്മൾ വാങ്ങുന്നത്. ഗായ്സ്, അപ്പൊ ഓണായിട്ട് ഓഫർ ഉണ്ട് ഗായ്സ്. കെറ്റില് തവ അപ്പം പ്രഷർ കുക്കറൊക്കെ എന്തിനപ്പം? അത് വേറെ ആയിരിക്കും. ഇത് അയൺ ബോക്സും അതെ. ഇതാണ് കെറ്റിലോ തവയോ അല്ലേ? കെറ്റില് മതി. പിടിച്ചേ, ഞാൻ എടുക്കട്ടെ. ഹായ് കെറ്റിൽ. വാവ്, മെഷീന്റെ കൂടെ പുതിയൊരു അതിഥിയും കൂടി വരാൻ പോവാണ്. കെറ്റിലാണ്. 1500 ഇന്ന് മുതൽ ഞാൻ കെറ്റിലിൽ കോഫി ഉണ്ടാക്കും. കണ്ടോ ഗൈസ്, നമുക്കതുപോലെ മെഷീന്റെ തല വാങ്ങാൻ പോവാണ്. തലയെല്ലാം ഇതിന് എത്ര റേറ്റ് വരുന്നത് നോക്കി നോക്കാം നമുക്ക്. റേറ്റ് ഇല്ല. 1990 രൂപയാണ് വരുന്നത്. അതായത് 2000. അയ്യോ, മെഷീന്റെ തല വാങ്ങുന്നു. ഈ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് 450 ആണ് ഗൈസ്. ഈ കളർ 100 തരുവാണ് എന്ന് പറഞ്ഞു നമ്മളോട്. നല്ലതാണോ? ഈ കളർ മതിയോ? അല്ലെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളർ എടുക്കാം. അപ്പൊ നമ്മുടെ മമ്മ അതെ, അപ്പൊ നമ്മുടെ മമ്മ ഇത് സെലക്ട് ചെയ്തു ഗൈസ്. മെഷീന്റെ തല. അയ്യോ, എന്റെ തല കുടുങ്ങി. അയ്യോ, എടുക്കാം. അപ്പൊ ഞങ്ങള് വേഗം പോയിട്ട് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഓടി വരാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചോ, വേണമെങ്കിൽ അത് ആ ഓട്ടോയിൽ വെച്ചോ. നമുക്കിത് വണ്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാം. ഓ വാവ് ഗായ്സ്, മമ്മ ബില്ല് കണ്ട് അന്നം വിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഗായ്സ് നമ്മുടെ എന്ത് ബിൽ എന്ന് പറയുന്നത്. അതാ വാവാറ്റി ഗൈസ് നമ്മളെ മെഷീൻ പേ ചെയ്യാണ്.
ഗായ്സ് അങ്ങനെ നമ്മൾ മെഷീനിൽ ബില്ല് ചെയ്തിട്ട് വരികയാണ്. അപ്പം നമ്മുടെ മെഷീന് വന്നിട്ട് 7K ഉള്ളിലായിട്ടുണ്ട് റേറ്റ്. അപ്പോൾ അവർ എന്താ പറയുക, നമ്മുടെ കൊടുത്ത മെഷീൻ്റെയും കൂടി ക്യാഷ് അവർ കുറച്ച്, പിന്നെ ഓണത്തിൻ്റെതായിട്ടുള്ള ഓഫർ നമുക്ക് കെറ്റിൽ തന്നു. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ്റെ തലയാണ്. അപ്പം അങ്ങനെ വന്നിട്ട് ഏകദേശം നമുക്ക് എന്താ പറയുക, അടുത്ത് നമുക്ക് മെഷീൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മമ്മക്കാണ് മോസ്റ്റ് ഹാപ്പി ഗായ്സ് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ വീട്ടിലേക്ക് പോവാണ് അല്ലേ? ഭയങ്കര പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ് ഗായ്സ് പുറത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെഷീൻ വാങ്ങിയത് ഭയങ്കര സന്തോഷമായെന്ന് തോന്നുന്നു നമ്മുടെ മഴയ്ക്ക് അല്ലേ? മോസ്റ്റ് മഴയാണ്. വാറണ്ടി കാർഡ് ഉള്ളിലുണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടോ? ഉണ്ട്. നമുക്ക് കയറാം. ഉണ്ടോ വാറണ്ടി കാർഡിന്റെ ഉള്ളില്? ഒരു മിനിറ്റ്. ഉണ്ടല്ലേ? നോക്കട്ടെ. ഇപ്പോഴത്തെ കാർഡ് എന്ത് ചെയ്യും? ഇത് യൂസർ മാനുവൽ അല്ലേ? റൂമിലാണ് കഴിച്ച് നമ്മളുള്ളത്. അത് രണ്ട് ബാഗിൽ വെച്ചോ. ഇത് അത്യാവശ്യമാണ്. ഇത് ഞാൻ എടുത്തു വെച്ചോ. ഇനിയിപ്പോ എന്തെങ്കിലും മെഷീൻ വരിക നമ്മളിതാ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഓക്കെ, മെഷീനില്ലേ എല്ലാം എടുത്തിട്ട് ലാസ്റ്റ് ഞാർക്ക് ക്യാമറ ഇവിടെ അപ്പൊ നമ്മൾ ഇനി പോവാണ്. പെരും മഴയാണ് കേട്ടോ. ബൈ ബൈ പറയുന്നില്ലേ? നേരെ ബൈ ബൈ പറയുന്നില്ല, വീട്ടിലേക്ക് പോകുന്നുള്ളൂ. മോശം മഴയാണ്. ഗായ്സ് നമ്മൾ വീട്ടിലെത്തി. നോക്കട്ടെ ഗായ്സ്, നമ്മുടെ മെഷീനും എടുത്ത് മമ്മ സ്ഥലം മുഴുവൻ ഉണ്ണി വാവാ കുഞ്ഞാറാണ് ഗായ്സ്. മെഷീൻ കാ സ്റ്റാൻഡ് ഹേ ഗായ്സ് ദിസ്. അപ്പോൾ നമുക്കിനി സ്റ്റാൻഡ് പൊക്കിക്കൊണ്ട് ഈ കാട്ട് കണ്ടോ, നമ്മുടെ വഴിയിലെ അവസ്ഥ നിങ്ങൾ നോക്ക്. കാടാണ്, കാട് കണ്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടി ഇതേ വനദേവത പോയി. അതന്നെ, അതുകൊണ്ട് പോയിട്ടോ. ശരിയാ. അതെ അമ്പും ബില്ലും മലപ്പുറം കത്തി. അതാ ഒറ്റയ്ക്ക് എടുത്തോ. അപ്പൊ ഈ ബാഹുബലിന്റെ ആവശ്യമില്ലാന്ന് ഗൈസ്. അതാ എല്ലാം പിന്നെ ഗൈസ് നമ്മൾ കാട്ടിക്കൂടി അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോവാണ്. അപ്പൊ നമുക്ക് എന്താക്കാം, വഴി പിന്നെ ഇഷ്ടം പോലെ കാടൊന്നും ഇല്ലാത്തോണ്ടേ പെട്ടെന്ന് അങ്ങ് ചെല്ലാം അല്ലേ വാവാറ്റേ? അങ്ങനെ നമ്മുടെ വനത്തിൽ കൂടി നമ്മൾ നടന്ന് പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ മെഷീൻ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. ബാ, എൻ്റെ അടുത്ത മെഷീൻ്റെ കഴുത്തൊക്കെ ഉള്ളത് ഗായ്സ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ വാവാറ്റേ? അപ്പൊ നമ്മളിത് കേക്കൊക്കെ തുറക്കുന്ന പോലെ, കേക്കല്ലോ എന്തേലോട്ടെ പിടിച്ചേ. വാവ്, ഇതെന്താണ് ഈ കാണുന്നത്? അതേ ഒന്ന് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് മെഷീന്റെ തലയിലാണ് വെളിച്ചിരിക്കുന്നത്. കണ്ടോ എന്തൊരു ഭംഗിയാണ്. കടയിൽ കാവിലെ മെഷീൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? എൻ്റെ ദൈവമേ, അത് തന്നെ. അവിടെ മെഷീനൊക്കെ ഇപ്പം മാഷാ അള്ളാനാക്കൂതില്ല മെഷീൻ. അപ്പം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഇതേപോലെ തന്നെ അടച്ചു വെച്ചേക്കാം നമുക്ക്. ഇല്ലേ പറ്റി? നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ അടപ്പം കൂടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കത്തിരിക്ക അതാ ഗൈസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കത്തിരിക്കാനൊന്ന് തുറന്ന് കാണിച്ചു തന്നെ ഗൈസ്. കത്തിരിക്ക വാ, എന്തായാലും നല്ല ഭംഗിയാണ് ഗൈസ്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല സ്മൂത്താണ്. ഞാനാണ് നമ്മുടെ മെഷീനെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് അല്ലേ പറ്റി? നമ്മുടെ സിസർ. അയ്യോ കണ്ടോ, വാവ്, ഞാൻ തയ്ച്ചു നോക്കിയാ മച്ചി. മോസ്റ്റാണ്, സ്മൂത്താണ് അല്ലേ? സ്മൂത്താണ്. നമ്മുടെ അമ്മച്ചി ചിരിച്ചോണ്ടിരിക്കുന്നത്. അമ്മച്ചിക്ക് ഇഷ്ടമായ നമ്മുടെ ഉഷ മെഷീൻ മോസ്റ്റാണോ? അതുകൊണ്ടോ പീലിത്തിരുമുടി അമ്മച്ചിക്കാ. എടാ മൈപ്പയിലെടുത്ത് കുത്തിക്കൊട്ടറാ. അപ്പൊ അതാ നമ്മുടെ മെഷീൻ സെറ്റ് ആയിട്ടാ. അപ്പൊ നമ്മുടെ മെഷീൻ്റെ കൂടെ വേറൊരു ബോക്സ് ഇട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ആരും ഇങ്ങോട്ടൊന്ന് ഫ്ലാഷ് അടിയിട്ട് എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മെഷീൻ്റെ എണ്ണയല്ലേ മമ്മേ? ഇത് മെഷീൻ്റെ എണ്ണയാണ്. ഇതുണ്ടല്ലേ? അപ്പോൾ അവർ പറഞ്ഞു മെഷീൻ എണ്ണ തന്നെ ഇടണം, മണ്ണെണ്ണ മറ്റേതൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്താ സാധനം? ഇതെന്താ മമ്മേ ചെയ്യുന്നയാ? ഓക്കെ, അവർ എക്സ്ട്രാ തന്നെയാണ്. ഇത് നമ്മുടെ
നൂല് ചുറ്റുന്നതിനാ ബോബിനോ അല്ലല്ലോ ബോഗിനോ എന്തോ സംഭവം പേരൊന്നും അറിയില്ല, സംഭവത്തിന് അറിയില്ല. പിന്നെ നമ്മുടെ ഇത് ടേപ്പ് ഉണ്ട്, പിന്നെ ഇത് 2 സ്ക്രൂ ഡ്രൈവറുകളുണ്ട്, ചെറുതാണ്. പിന്നെ ഇതെന്താ സൂചി ആയിരിക്കും അല്ലേ? സൂചി. ഇതെന്താ സാധനം? സംഭവം അതൊരു കവറിൻ്റെ ഉള്ളിലായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സൂത്രങ്ങളാണ് നമുക്ക് എന്തിൻ്റെ കൂടെ, നമ്മുടെ മെഷീൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പം മോസ്റ്റ് ഓഫറായിട്ട് വേറൊരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഓഫർ മെയിൻ ആള് നമുക്ക് എടുക്കാൻ പോവാ അവനെ. നമുക്ക് മോസ്റ്റ് ആയിട്ട് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് കിട്ടിയ ആളാണ് നമ്മുടെ മോസ്റ്റ് കെറ്റില്. അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്, കെറ്റിൽ വാങ്ങണം എന്നൊരു ആഗ്രഹമായിരുന്നു. അല്ല എന്റെ ദൈവം എന്ത് രസമാണ് നോക്കിയേ, ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ വാറണ്ടി കാർഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഗിഫ്റ്റായി തന്നുകൊണ്ട് തന്നെ അവരത് നമുക്ക് ഫില്ലൊന്നും ചെയ്ത് തന്നിട്ടില്ല എന്നുള്ള ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമുക്ക് സിമ്പിളായുള്ളൊക്കെ ഇതുണ്ടോ, ഇത് കെറ്റിലിൻ്റെ ബാക്കാണ്. നമുക്കൊക്കെ ബാക്ക് ഉണ്ടല്ലോ, അതുപോലെ കെറ്റിലിൻ്റെ ബാക്ക് ഉണ്ട്. അതിന്റെ ചക്കരക്കുട്ടൻ എന്നെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ക്യൂട്ട് ആനക്കുഞ്ഞിനെ പോലെയൊക്കെ തോന്നുന്നു എനിക്ക്. മിക്സി ജാർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ കെറ്റിലിന് വന്നിട്ട് 2K ആണ് ഗൈസ് പ്രൈസ്. അപ്പം എന്താ പറയാ, നമുക്ക് ഓഫർ അല്ലേ അമ്മേ? ഗിഫ്റ്റ്, നമ്മൾ മെഷീൻ വാങ്ങിയതിന്റെ ഗിഫ്റ്റ് മോസ്റ്റ് ആണ്. മോസ്റ്റ് ഇഷ്ടായി, അടിപൊളി. എല്ലാ മെഷീനും ഉണ്ടാവും വെച്ച് ഓഫർ. കുക്കർ, പ്രഷർ കുക്കറാ, മറ്റേ കറണ്ട് കുത്തുന്ന മെഷീന് വന്നിട്ട്. ശരിയാ, അതിന് 10,000. തവയോ അല്ലെങ്കിൽ ഇതോ എടുക്കാനാ പറഞ്ഞേ. എനിക്ക് കെറ്റിലിനെ ഇഷ്ടം, കാരണം കെറ്റില് തവ അമ്മ എല്ലാ കാര്യക്കും അടുപ്പ വെച്ചിട്ട് അത് കിട്ടാൻ കാത്തിരിക്കും അല്ലേ അമ്മച്ചി? അല്ല, ഒരു ചീഞ്ചട്ടി മേടിച്ചിട്ട് കണ്ടില്ലേ? ചീഞ്ചട്ടി കരിക്കാതെ വെച്ചു. എന്നിട്ട് പിന്നെ അടുപ്പത്ത് വെച്ച് കരിക്കുട്ടൻ നോക്കുമ്പോ 4 ചീഞ്ചട്ടി ഉണ്ട്. 4 ചീഞ്ചട്ടി കരിച്ചു പൊരിച്ച് കിട്ടിയാൽ അത് അടുപ്പ വെച്ച്. ആ കുക്കർ എന്നാണോ ഇനി അടുപ്പ കയറ്റുന്നത് എനിക്കറിയത്തില്ല. കുക്കർ അടുപ്പ വെക്കണ്ട, ഗ്യാസ് ഇല്ലെങ്കിൽ കുക്കർ അവിടെ ഇരുന്നോട്ടെ. അതത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ അതന്നെ, ഇത് ഇപ്പൊ എത്രാമത്തെ കുക്കറാണ് നമുക്ക് തന്നെ ബോധിയില്ല. അതന്നെ, മിക്സിയും കൂടി അടുപ്പ വെക്കാൻ പറ്റുമായിരുന്നേ മിക്സി അടുപ്പ വെച്ചേനെ. കാരണം എപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ പണി മുടക്കാതെ. ഇനിയിപ്പോ എക്സ്ട്രാ ഒരു സിലിണ്ടർ എടുക്കേണ്ട അത്യാവശ്യമാണ് അല്ലേ? അപ്പൊ എന്താക്കാണ്, നമ്മൾ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള മെഷീൻ വാങ്ങി, കൂടെ നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ? യെസ്. ഇനി തയ്ച്ച് കഴിച്ച് മമ്മേന്റെ കാര്യം അയ്യോ, കൈയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കുഞ്ഞിക്കൈ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ കാഴ്ച അഴിച്ചു വിടാൻ കാത്തിരിക്കും. മിസ്സാകും, ഇവനിങ്ങനെ മിസ്സാകും. അത് കാരണമാണ് ഇവനെ കൂട്ടി നിൽക്കാത്തത്. പിന്നെ നിങ്ങൾ ഈ പറയുന്നൊന്നും കാണാട്ടോ, സോപ്പാണ് മോസ്റ്റ് പറയുന്ന സോപ്പ്. കുളിപ്പിക്കാനുണ്ട് കാഴ്ച. പക്ഷെ മഴ ആയതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, കാരണം പേടിയാണ്. അപ്പൊ എനിക്ക് മെഷീൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാനാണ് ആ മെഷീൻ ഉദ്ഘാടനം ചെയ്തത് അല്ലേ? അല്ലേ? ഗൈസ് നല്ല സ്മൂത്ത് ആയിട്ടാണ് തയ്ക്കണത്. ആര്? ഞാൻ. മെഷീൻ. അതെ. അപ്പൊ നമുക്ക് മെഷീൻ എണ്ണയൊക്കെ ഇടണം. ഇനിയിപ്പം മെഷീന്റെ മേളം തന്നെ. ഇപ്പൊ മമ്മേ എന്റെ ഡ്രസ്സ് എത്ര എണ്ണം തയ്ക്കണമെന്ന് അറിയാമോ? ഇപ്പൊ തയ്ക്കണോ? അവനെ നോക്കി ഇഷ്ടാവുന്നില്ലേ? എടാ, ചോദിക്കാനും പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മെഷീൻ ഇഷ്ടായോ? ഭീഷണിയാണേ. എനിക്ക് എന്റെ ഡ്രസ് എല്ലാം തയ്ച്ചു തരുമോ? അയ്യോ, കൈ മാറ്റിച്ചാ അടി വാങ്ങും. ഡ്രസ് എല്ലാം തയ്ച്ചു തരുമോ? എന്താ രൂപ? അട്ടേന്റെ ചെറുപോലെയുണ്ട്. ഡ്രസ് എല്ലാം തയ്ച്ചു തരുമോ? കൊല്ലുവാണേ. ഡ്രസ് തയ്ച്ചു തരുമോ? ഡ്രസ് തയ്ച്ചു തരുമില്ല.
തരുമോ ഇല്ലേ? അമ്മേനെ ചക്കയ്ക്ക് അമ്മ തൊടുള്ളടി കൊള്ളിപ്പെണ്ണ. മറ്റേ അവിടെ അഴിഞ്ഞില്ലേ ആ ഗുണ്ടായ നേതാവിന്റെ വർത്തമാനം അവിടെ തീർന്നു. പോയി തൊടും അമ്മയുടെ പൊണ്ണിനുള്ള അമ്മ തടുത്ത് തൊടും. ഇപ്പൊ തന്നെ കഴിക്കണം. അത് കള്ളക്കളിയാണല്ലോ. എനിക്കറിയാം അമ്മ വേണ്ടാത്ത കുറെ തുണികൾ തയ്ക്കാനല്ലേ അമ്മ നോക്കിയിരിക്കുന്നത്. വേണ്ട തുണി തയ്ക്കാതിരിക്കാനല്ലേ ഇരിക്കുന്നേ. എനിക്ക് ടോപ്പൊക്കെ ഉണ്ട് തയ്ക്കാൻ. അപ്പൊ നമ്മുടെ മമ്മക്ക് നമ്മുടെ മെഷീൻ മോസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ സ്കൂളിൽ പോയേക്കാണ്. അപ്പൊ പങ്കെന്താ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പങ്കൻ ഞെട്ടാൻ ഞെട്ടാൻ പോകുന്നുള്ളൂ അല്ലേ? ബാബാച്ചി ഓൾറെഡി ഞെട്ടിയോ? അങ്ങനെയാണ് ഞെട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ മെഷീൻ ബ്ലോഗ് ഇത്രയുള്ളൂ ഗായ്സ്. എന്തായാലും മോസ്റ്റ് ആയിട്ട് പുതിയ അതിഥി നമ്മുടെ ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഗായ്സ്. അപ്പൊ നമ്മുടെ മെഷീൻ ബ്ലോഗ് ഇത്രയുള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? അല്ലെ മഞ്ചാട് രാജനാവണോ, രാജനാവണോ, അതോ മിഷൻ രാജൻ തയ്ക്കുന്ന രാജനാവണോ? തൈക്കൽ രാജൻ. അയ്യോ എല്ലാവർക്കും ഇന്നത്തെ മോസ്റ്റ് വ്ളോഗ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അല്ലെ? പറയേ നമ്മുടെ തയ്യൽ വിദഗ്ധ. ഇനി മമ്മ എനിക്ക് മെഷീനിൽ എന്റെ ഡ്രസ്സ് തയ്ച്ചു തരാൻ പോകുന്നേ. ഉടുപ്പാണോ പാവാട ബ്ലൗസ് ആണോ അതോ എനിക്ക് എന്ത് ഡ്രസ്സാണോ തയ്ക്കുക? എനിക്ക് മമ്മ തയ്ച്ചു തരാം എല്ലാ ഡ്രസ്സുകളും മമ്മ. എനിക്ക് മോസ്റ്റ് ആയിട്ട് മെഷീനിൽ പാവാട ബ്ലൗസ് തയ്ച്ചു തരുമോ? അത് ഉടുപ്പാണോ? മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡ്രസ് ഉറപ്പാണല്ലോ. എനിക്ക് ഇവരെ കാണിക്കാനുള്ളതാ. എന്റെ ഗായ്സിനെ കാണിക്കണം എനിക്ക്. അപ്പൊ അമ്മ എനിക്ക് മോസ്റ്റ് ആയിട്ട് എനിക്ക് ഉടുപ്പോ പാവാട ബ്ലൗസ് വന്നാല് ഞാൻ നോക്ക് ഇവിടുന്ന് ഉരുണ്ടു വീണോ. അപ്പൊ അമ്മ മോസ്റ്റ് ആയിട്ട് എനിക്ക് എന്തായാലും ഒരു ഡ്രസ്സ് തയ്ച്ചു തരുന്നതാണ് പറഞ്ഞത്. തയ്ച്ചു തരുവോ? തയ്ക്കട്ടെ. ഇപ്പോഴേ കടിച്ചു കുറിച്ചാൽ തയ്ക്കാന് മമ്മക്ക് പറ്റില്ല. പേടിപ്പിക്കുവാണ് കൈസേ. കടേച്ച പേടിപ്പിക്കുവാണ് കൈസേ. ഉറപ്പാണോ? അമ്മമ്മക്ക് മോസ്റ്റ് ആയിട്ട് കാണാൻ കഴിച്ച. അപ്പൊ എല്ലാവർക്കും കുട്ടുവേ കുട്ടുവേ കണ്ണാണ് ചുമന്നേ മൂക്കിടിച്ചിട്ട്. അയ്യോ എവിടെ നീളട്ടെ മൂക്ക്. അതെ ഉണ്ടാക്കി വെച്ചാരാ? മന്ത്രവാദിനിയാണ്. പങ്കം പറഞ്ഞ ശരിക്കും മൂക്ക് വലിക്കണൊക്കെ എന്റെ എന്ത് മതി. ഇനി ശരിയാവില്ല. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.